ഡയസിലെ പ്രമുഖരായ നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ സർ, ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ വെട്ടമാലിക്കോയ, അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യമുണ്ട്. തീർച്ചയായും അദ്ദേഹം ഇവിടെ പങ്കെടുക്കാൻ എത്തും എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിരൂർ ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് നസറുള്ള, നരമ്പൂർ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ കെ വി സിദ്ദീഖ്, നല്ലവരായ നമ്മുടെ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, പറവണ ആസ്ഥാനമായി ഞങ്ങളുടെ ആദ്യത്തെ സംരംഭത്തിന്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് ഈ ചടങ്ങ്. ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറവണ്ണയിൽ രൂപീകൃതമായ ഒരു RNP എന്ന പ്രസ്ഥാനം, അതിനുശേഷം JNCC എന്ന പ്രസ്ഥാനം, എല്ലാം സാമൂഹിക സംഘടനകൾ തന്നെയായിരുന്നു. കാലം കൊണ്ട് അതെല്ലാം പ്രവർത്തനരഹിതമായി ഇപ്പോൾ ആ പ്രസ്ഥാനങ്ങളൊന്നും സജീവമല്ല. ഈ സമയത്താണ് പഴയകാല പ്രവർത്തകരായ ഞങ്ങൾ 18 അംഗങ്ങൾ ചേർന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളായ 2 ജലീലന്മാരെയും എല്ലാവർക്കും അറിയാം, അവരുടെ അകാല വിയോഗത്തിൽ അവരോടുള്ള ആദരസൂചകമായി ഞങ്ങൾ ഒരു ചാരിറ്റി പ്രസ്ഥാനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2015 ഓഗസ്റ്റ് മാസം ഞങ്ങൾ 18 അംഗങ്ങൾ ചേർന്ന് ഒരു നിശ്ചിത തുക എല്ലാ മാസവും സ്വരൂപിച്ച് ഒരു വർഷത്തോളം ഒരു ബേസിക് ഫണ്ട് ഞങ്ങൾ സമാഹരിച്ചു. അതിനുശേഷം കഴിഞ്ഞ 2016 ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. പറവണ്ണ ദേശത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള, വളരെ ദാരിദ്ര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രദേശമാണ് ഇവിടെ. സത്യത്തിൽ പറവണ്ണ കേന്ദ്രമായി നല്ലൊരു ചാരിറ്റബിൾ പ്രസ്ഥാനം ഇല്ല. എന്നാലോ ഏറ്റവും അധികം ജനങ്ങളുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ നല്ലൊരു ചാരിറ്റി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. രാഷ്ട്രീയതരമായി, ഞാൻ അടിയത്തെ പറയാം, പൊതുവേദിയായി. അങ്ങനെയാണ് നമ്മുടെ ഈ ആശയം ഞങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നതും ഇതിന് സ്വീകാര്യത കിട്ടുന്നതും. അതോടൊപ്പം തന്നെ ഇതിന് UAE, ഖത്തർ, KSA എന്ന എല്ലാ രാജ്യങ്ങളിലും ഇതിന് കമ്മിറ്റികൾ വന്നു. ഈ പ്രാവശ്യം അത് നല്ല വിജയമായി പര്യവസാനിക്കുകയും ചെയ്തു. ഈ ജലീൽ ആൻഡ് ജലീൽ മെമ്മോറിയൽ റിലീഫ് ഫണ്ടിന്റെ ഫൗണ്ടേഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താ വെച്ചാൽ, ഞാൻ ആദ്യമായി പറയുകയാണ്, ഈ ഒരു ഫൗണ്ടേഷന്റെ ലക്ഷ്യം വളരെ ദുരിതം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പരസഹായമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന രോഗികളെ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് അവരെ വിദ്യാഭ്യാസം കൊടുത്ത് ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഉദ്ദേശം. ഈ 2 ഉദ്ദേശങ്ങളെ ഞങ്ങൾക്കുള്ളൂ. വീട് നിർമ്മിക്കാനോ കല്യാണത്തിനോ ഞങ്ങൾ ഇതിൽ നിന്നും തുക ചെലവഴിക്കില്ല. ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തീരദേശ മേഖലകളിൽ പടർന്നു പിടിക്കുന്ന ഈ ക്യാൻസർ എന്ന ഈ രോഗത്തിനെതിരെ ഞങ്ങൾ ആദ്യമായി രംഗത്ത് വന്നത്. അതിന് ഞങ്ങളോട് സഹകരിച്ച, ഞങ്ങൾക്ക് എല്ലാവിധ സഹായം ചെയ്ത തിരൂർ പാലിയേറ്റീവ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഓങ്കോളജി വിഭാഗം, അവരോട് ഞങ്ങൾക്ക് അദൈവമായ നന്ദിയുണ്ട്. അവരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാൻസർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് ക്യാൻസർ ഒരു ക്ലാസ്സാണ്. ഈ ക്ലാസ് കഴിഞ്ഞ് ഇതിൽ ഒരു ഡിറ്റക്ഷൻ ക്യാമ്പാണ് എന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ 200ഓളം ആളുകളെ തെരഞ്ഞെടുത്ത് നവംബർ 22-ാം തീയതി പറവണ്ണയിൽ വെച്ച് മലബാർ ക്യാൻസർ സെന്റർ, കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ
ക്യാൻസർ രോഗ ആശുപത്രിയായ മലബാർ ക്യാൻസർ സെന്ററുമായി ഞങ്ങൾ സഹകരിച്ച് ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. അത് 200 ആളുകളെ നമ്മളിവിടെ പങ്കെടുത്ത ആളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത്, രോഗലക്ഷണങ്ങളുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് 200 വ്യക്തികൾക്ക് നമ്മൾ ചികിത്സ കൊടുക്കും നവംബർ 22-ാം തീയതി. ഇതാണ് ഞങ്ങളുടെ ജലീൽ ആൻഡ് ജലീൽ മെമ്മോറിയൽ ഫണ്ടിന്റെ ആദ്യത്തെ സംരംഭം. ഇതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നാളെ മുതൽ ഞങ്ങൾ ചാരിറ്റി പ്രസ്ഥാനം, ഞങ്ങളുടെ ചാരിറ്റി വർക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അതിന് അവശരായ ഞങ്ങൾ ആറോളം കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ആ മേഖലകളിൽ സഞ്ചരിക്കുന്നുണ്ട്. വളരെ കഷ്ടത അനുഭവിക്കുന്ന രോഗികൾക്ക്, പരസഹായമില്ലാത്ത രോഗികൾക്ക് ഞങ്ങൾ നാളെ മുതൽ അതിനുള്ള സാമ്പത്തിക സഹായത്തിന്റെ ആ ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതുകൂടെ ഞങ്ങൾ ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഈ JNJ എന്നുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഏരിയ പറവണ്ണ ബീച്ച് മുതൽ പച്ചാട്ടി പടിഞ്ഞാറ് വശം, അരിക്കാഞ്ചേർ മുതൽ ജനതാവസാര വരെ ഇങ്ങനെ ഒരു ടെറിട്ടറിയാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ നമുക്ക് സാമ്പത്തികമായും എല്ലാം കൊണ്ടും സപ്പോർട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ വ്യാപ്തിയും ഇതിന്റെ കൊടുക്കുന്ന തോതും ഞങ്ങൾ വർദ്ധിപ്പിക്കും. ഇപ്പൊ താൽക്കാലികമായി ഞങ്ങൾ ഒരു ലൈൻ ഇട്ടിട്ടുള്ളത് ഈ ഏരിയയാണ്. പറവണ്ണ മേഖല എന്ന് പറഞ്ഞാൽ പറവണ്ണല്ല, പച്ചാട്ടിയും അരിക്കാഞ്ചിറ ജനതാവസരം എല്ലാം കൊടുക്കുന്ന ഒരു ഏരിയ. അതാണ് ഞങ്ങളുടെ ഇതിന്റെ ഒരു ടെറിട്ടറി. പിന്നെ ഞങ്ങൾക്ക് ഇതിനോട് ഏറ്റവും ഒരു കടപ്പാടുള്ളത്, ഒരുപാട് വ്യക്തികളോട് ഞങ്ങൾ ഈ പ്രസ്ഥാനം ഇത്ര ഭംഗിയായി, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് മേലെ ഈ പ്രസ്ഥാനം വളർന്നു. അതിന് കാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്. നല്ലവരായ പ്രവാസി സുഹൃത്തുക്കളുണ്ട്, നല്ലവരായ നാട്ടുകാരുണ്ട്, നല്ലവരായ നമ്മുടെ ചെറു അനിയന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. അവരോട് ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളെ കടപ്പാട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തിരൂർ പാലിയേറ്റീവിലെ അംഗങ്ങളായ ശ്രീ ദിലീപ്, അതുപോലെ ഡോക്ടേഴ്സ് ലാബിലെ ഡോക്ടർ സഹീർ, അതുപോലെ നമ്മുടെ ഫവാസ്, ഫവാസ്, അങ്ങനെ കുറെ ആളുകൾ നമ്മളെ പല രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അവരോട് ഞങ്ങൾ ഈ സമയം ഞങ്ങൾ അവരെ ഓർമ്മിക്കുകയാണ്. അപ്പോ ഇനി ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇന്നത്തെ ക്ലാസ്, ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ ഒരു ക്ലാസ് 12 മണിക്ക് സോഫിയ സിസ്റ്റർ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും, 1 മണിക്കൂർ. ആ 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ ആരും പിരിഞ്ഞു പോകരുത്. ഇവിടെ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് കറക്റ്റ് 2 മണിക്ക് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ഉസ്മാൻ സാറ് ക്ലാസ് എടുക്കും. അത് മുഖ്യമായ ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ്സാണ് ഇന്നത്തെ പ്രത്യേകമായ നിങ്ങൾക്കുള്ള വളരെയധികം പഠനാർഹമായ ഒരു ക്ലാസ്സാണ്. ഇന്ന് 1:45 ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. ആ ക്ലാസ്സാണ് ഇന്ന് മുഖ്യമായുള്ളത്. അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞ് ആരും പോകരുതെന്ന് മാത്രമല്ല, പോയാൽ പുറത്തു പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കറക്റ്റ് 1:45 എല്ലാവരും സീറ്റിൽ തിരിച്ചെത്തണം. ആ ഡോക്ടർ 2 മണിക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യും, 3 മണിക്ക് അവസാനിക്കും. അതാണ് അദ്ദേഹത്തിനുള്ള ടൈം. 3 മണിക്ക് അദ്ദേഹത്തിന് പാലിയേറ്റീവില് അദ്ദേഹത്തിന് കീമോ കൊടുക്കേണ്ട ആവശ്യങ്ങളുണ്ട്, അത് പോവും. അപ്പൊ ദയവ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഈ ഉച്ചക്കുള്ള റെസ്റ്റ് നിങ്ങൾ അധികം സമയം ചെലവഴിക്കരുത്. 1:45 തിരിച്ചുവിടെത്തണം. പിന്നെ മറ്റൊരു കാര്യം, അടുത്ത ക്യാമ്പ് പറവണ്ണ സ്കൂളിൽ വെച്ചിട്ടല്ല, നവംബർ 22-ാം തീയതിയുള്ള ക്ലാസ് പരിശോധന അത് മലബാർ ക്യാൻസർ സെന്ററിൽ നിന്ന് വന്നിട്ട് എല്ലാ സൗകര്യങ്ങളും കൂടെ അവർ വരികയാണ്. വന്നിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പരിശോധിക്കണമെങ്കിൽ അറിയാലോ, കുറെ അടച്ചുറപ്പുള്ള റൂം ആയിരിക്കണം. അതിൽ സ്ത്രീകൾ തന്നെയാണ് അവിടെ പരിശോധിക്കല്. അപ്പൊ അത് ഞങ്ങൾ മിക്കവാറും പറവണ്ണ മദ്രസയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെന്ററിലേക്ക് മാറ്റും. അത് ഞങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. ഇന്ന് കാണുന്ന ഈ നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളെ ഫോൺ നമ്പർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. ഞങ്ങൾ നിങ്ങളെയും ബന്ധപ്പെടും. നിങ്ങൾ ഞങ്ങളായിട്ട് ബന്ധപ്പെടുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യണം. 200 ആളുകളായാൽ ഞങ്ങൾ ക്ലോസ് ചെയ്യും. പിന്നെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ക്യാമ്പ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യും. ഇപ്പൊ 200 ആളുകൾക്കുള്ള രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ ആരംഭിക്കും. അപ്പോ നിങ്ങൾ എല്ലാവരും ഈ നോട്ടീസിൽ ഞങ്ങളുടെ നമ്പറുണ്ട്. നമ്പറിൽ എനിക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾക്ക് തോന്നും എനിക്ക് എന്തോ അസുഖം ഉണ്ട് എന്ന്, അല്ലാണ്ട് ആരും തുറന്നു പറയില്ല. ക്യാൻസറിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ളവർ സ്വകാര്യമായിട്ട് ഞങ്ങൾ ഫോൺ ചെയ്ത് അറിയിക്കുക. ഞങ്ങൾ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യും. നവംബർ 22-ാം തീയതി 9 മണിക്ക് ഷാർപ്പ് 9 മണിക്ക് മുമ്പായി പറവണ്ണ എത്തണം. ഇതാണ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്. ഏതായാലും ഇത്രയൊക്കെയാണ് ഞങ്ങളെ ലക്ഷ്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ജലീൽ മെമ്മോറിയൽ റിലീഫ് ഫണ്ടിന്റെ UAE ചാപ്റ്റർ പ്രസിഡന്റായ
VM മുസ്തഫയാണ്. അദ്ദേഹത്തെ ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ AP ഉണ്ണികൃഷ്ണൻ സാറ് സത്യം പറഞ്ഞാൽ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വല്ലാത്ത പങ്ക്ച്വാലിറ്റി. 10 മണിക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ പറയും 10 മണിക്കാണ് പരിപാടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 10 മണിക്ക് 2 മിനിറ്റ് മുമ്പ് പറവണ്ണങ്ങാടിയിൽ ഉണ്ണികൃഷ്ണൻ സാർ എത്തിയിട്ടുണ്ട്. ഒരുപാട് പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് 3 മണിക്ക് പാണക്കാട് തങ്ങളുമായി തൃശ്ശൂർ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മൾ 11 മണിക്കാണ് അനൗൺസ് ചെയ്തത്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമ്മൾ പ്രോഗ്രാം ഒന്ന് നേരത്തെ ആക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സാധനം ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ എളിയ സ്വീകരണം ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ഞങ്ങളുടെ സംഘടന പേരിൽ ഒരുപാട് നന്ദിയുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആർദ്രമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് വെട്ടം ആലികയാണ്. ആലികയെ കുറിച്ച് ഞാൻ പ്രത്യേകം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ എന്നും പറവണ്ണയുടെ ഒരു ഭാഗമായിട്ടുള്ള ആളാണ് ആലികോയ. അദ്ദേഹം പെരിന്തൽമണ്ണെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് വിളിച്ചിട്ടുണ്ട്, കോട്ടകൾ കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും എത്താൻ പറ്റുമെങ്കിൽ ഞാൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ശ്രീ ആലികോയെ ഞാൻ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് അഡ്വക്കേറ്റ് നസറുദ്ദീനാണ്. പറവണ്ണക്കാരോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങളെ ബ്ലോക്ക് മെമ്പറാണ്. അദ്ദേഹവും നമ്മളെ വെട്ടം പഞ്ചായത്തിലെ സജീവമായ ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് നസറുദ്ദ. മാത്രമല്ല ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ബ്ലോക്കിന്റെ ചില ഫണ്ടുകളെ കുറിച്ചൊക്കെ തന്നെ സംസാരിച്ചു. ഈ പാലിയേറ്റീവില് തിരൂർ ബ്ലോക്കിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യാണ്, അങ്ങനെ ഫണ്ട് ഉണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തെയും ഈ നാടിനെയും ഓർമ്മിക്കണമെന്ന് ഒരു അപേക്ഷ കൂടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് അടുത്ത പഞ്ചായത്ത്, ഞാൻ ഉൾക്കൊള്ളുന്ന പഞ്ചായത്ത് നെറമരുതൂർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ വൈസ് പ്രസിഡന്റുമായുള്ള KV സിദ്ദീഖാണ്. സിദ്ദീഖിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട. സിദ്ദീഖ് അടുത്ത അയൽപക്കത്തുള്ളതാണെങ്കിലും അവന് പറവണ്ണയോട് വളരെ ബന്ധമുള്ള ആളാണ്. പറവണ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതിലുപരി എന്നെ പോലുള്ള വ്യക്തികൾക്ക് ഒരുപാട് പ്രചോദനമാണ്. ഞാൻ ഇത്തരം ചാരിറ്റി പ്രസ്ഥാനത്തിലെ നെറമരുതൂരിൽ ഞാൻ അതിൻ്റെ ഒരു മുഖ്യ സംഘാടകനായി മാറിയത് തീർച്ചയായും സിദ്ദീഖിന്റെ പ്രചോദനം കൊണ്ടൊന്ന് മാത്രമാണ്. അത് ആ എക്സ്പീരിയൻസും ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ആർദ്രമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നിപ്പോ ഈ സദസ്സിന് ശേഷം ഈ ഫസ്റ്റ് സെഷൻ, സെക്കൻഡ് സെഷൻ, 2 സെഷൻ ഉണ്ട്. ഈ ഉച്ചയ്ക്ക് മുമ്പുള്ള ഫസ്റ്റ് സെഷനിൽ തിരൂരിലെ പാലിയേറ്റീവ് ഗവൺമെന്റ് ആശുപത്രി പാലിയേറ്റീവ് സോഫിയ സിസ്റ്റർ ഇന്ന് ക്ലാസ് എടുക്കും. കറക്റ്റ് 12 മണിക്ക് സിസ്റ്റർ വരും. 1 മണി വരെ അവരുടെ ക്ലാസ്സാണ്. സിസ്റ്റർ എത്തിയിട്ടില്ല. സിസ്റ്ററുടെ അഭാവത്തിൽ ഞാൻ സോഫിയ സിസ്റ്റർക്കും ഈ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ മുഖ്യ സംഘാടകരിൽ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ഉസ്മാൻ, തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടും ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ക്യാൻസർ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ഉസ്മാൻ കുട്ടി സാറാണ്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു 2 മണി ഷാർപ്പ് ഇവിടെ ക്ലാസ് തുടങ്ങും. അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സദസ്സിൽ വന്ന എല്ലാവർക്കും ഞാൻ എല്ലാവരെയും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട AP ഉണ്ണികൃഷ്ണൻ സാർ അവർക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച് ഉദ്ഘാടകനെ ക്ഷണിക്കുന്നതായിരുന്നു. ജലീൽ ആൻഡ് ജലീൽ മെമ്മോറിയൽ വെൽഫെയർ ഫണ്ടിൻ്റെ രൂപീകരണവും ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും സംഘടനാ പ്രസിഡന്റ് ക്യാം ഷുക്കു വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളോട് പ്രതിപാദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് എൻ്റെ പ്രസംഗത്തെ ഞാൻ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നില്ല. അത്തരം വിഷയങ്ങൾ ഞാൻ പ്രതിപാദിക്കുന്നുമില്ല. പക്ഷേ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു 5 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാം. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ നാട്ടിലെ സേവന രംഗത്ത് ഒരു പുതിയ കർമ്മ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ടിറങ്ങുകയാണ്. ഈ വെൽഫെയർ ഫണ്ടിന്റെ രൂപീകരണവും സേവന രംഗവും ജനഹൃദയങ്ങളിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു വിശദീകരണത്തിന് ഇവിടെ ആവശ്യമില്ല.
സൗഹൃദത്തിൽ നിന്നും വിധിയുടെ കൈകളാൽ അടർത്തി മാറ്റപ്പെട്ട രണ്ട് സഹപ്രവർത്തകരുടെ വേർപാടുണ്ടാക്കിയ വ്യതയിൽ നിന്നും ഉയർന്നു വന്ന സ്മരണ ചിന്തകളുടെ പ്രതിഫലനം വർഷങ്ങൾക്ക് ശേഷമുള്ള ഫലപ്രാപ്തിയിലെത്തുന്ന അതിന്റെ ആദ്യ സംരംഭമാണ് ഇന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന രണ്ട് ക്യാമ്പുകൾ. അതായത് ഇന്ന് നടത്തുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും 22/11/16 നടത്താൻ ഉദ്ദേശിക്കുന്ന മലബാർ ക്യാൻസർ സെന്ററുമായി കൈകോർത്തുകൊണ്ട് ഒരു പരിശോധന ക്യാമ്പ്. ഈ രണ്ട് സംരംഭങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണെന്ന് നല്ല നിലയിൽ ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമേ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം ഈ രീതിയിലേക്ക് ഞങ്ങൾ തിരിച്ചുവിട്ടത്. നമ്മുടെ മുൻ തലമുറ ജീവിതത്തിൽ അനുഭവിച്ചത് പോഷകാഹാരങ്ങളുടെയും പൊതുവെ ഭക്ഷ്യവസ്തുക്കളുടെ ദൗർബല്യവും കാരണമാക്കിയ മഹാരോഗങ്ങളായിരുന്നു. എന്നാൽ പുതിയ തലമുറ നേരിടുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയുടെ അതിപ്രസരവും കൃത്യമായ രുചിക്കുകളും വിഷമയമാക്കി കൃഷിയും വരുത്തി വെച്ചിട്ടുള്ള മാരക രോഗങ്ങളും ഇന്നത്തെ അവസ്ഥയിൽ മഹാരോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷ നേടാവുന്ന ഉദ്ബോധനവും അതോടൊപ്പം തന്നെ നിസ്സാരമായാൽ നാം തള്ളിക്കളയാവുന്ന ചില്ലറ രോഗങ്ങൾ ചെന്നെത്തുന്നത് നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത മഹാഭാഗ്യായ ക്യാൻസർ എന്ന വ്യാധിയിലാണെന്ന് അറിയേണ്ടതും തികച്ചും അനിവാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. വലിച്ചു നീട്ടിയുള്ള ഒരു വിശദീകരണം ഇതിനൊന്നും ആവശ്യമില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ഞങ്ങളുടെ ഈ കാൽവെപ്പുകൾ അത് അർഹിക്കുന്ന അംഗീകാരം നൽകി ധന്യമാക്കണമെന്ന് ബഹുമാന്യരായ നാട്ടുകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുകൂടി, ഇത് ജയൻജിയുടെ തുടക്കമാണ്. പൊതുജന സഹകരണത്തോടെ ഞങ്ങൾക്ക് ഒരുപാട് സേവനങ്ങളുടെ പാതയിലൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഭാവിയിൽ ആ പ്രവർത്തനങ്ങളുമായി ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിധം അർഹിക്കുന്നവർക്ക് സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുന്നതായിരിക്കും. അതുവഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിജയത്തിനായി ഞങ്ങളോടൊപ്പം എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് കൂടെ ഉണ്ടാവണമെന്ന് ഈ നാട്ടുകാരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സഹകരണ മേഖല വളരെ വലുതാണെന്ന് നിങ്ങൾ അറിയിക്കേണ്ടത് ആവശ്യമില്ല. എല്ലാം അറിയുന്ന ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായ നല്ലവരായ നാട്ടുകാരോട് എല്ലാ നിലയും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നന്മയുടെ പാതയിൽ മനസ്സും ശരീരവും പ്രയത്നവും സമ്പത്തും നിർദ്ദേശങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം സംജാതമാക്കാൻ നാം എല്ലാം ഉണ്ടെന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് എന്നുകൂടി ഞാൻ ഈ വേദിയിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത വിവരണമായി ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി നാട്ടുകാരോടും മറ്റ് UAE-യിലുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോടും എല്ലാവരുടെയും ഞങ്ങൾ സമീപിച്ചപ്പോൾ വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും ഞങ്ങൾക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വളരെ വലുതാണെന്ന് ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ സംഘടനയ്ക്ക് UAE, ഖത്തർ, KSA തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓരോരോ കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ട്. മലേഷ്യയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സംഘടനകളിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി മുൻ പരിചയമുള്ളവരാണ് ഈ സംരംഭത്തിന് ഇറങ്ങിയിട്ടുള്ളതെങ്കിലും പാകപ്പിഴവുകളും അല്ലറച്ചില്ല വ്യതിയാനങ്ങളും ഞങ്ങളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടായിരിക്കാം. പ്രവർത്തനങ്ങളെ കുറ്റമറ്റതാക്കാനും അർഹരായർക്ക് കഴിവിന്റെ പരമാവധി സഹായം എത്തിക്കാനും ഞങ്ങൾ ശ്രമിക്കാതിരിക്കില്ല. എങ്കിൽ പോലും പാളിച്ചകൾ വല്ലയിടത്തും സംഭവിക്കുന്ന വശം അത് വേദനാജനകരമായ രൂപത്തിൽ പ്രതികരിക്കാതെ സ്വന്തം സഹോദരങ്ങളായി കണ്ടുകൊണ്ട് ഫലവത്തായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ആദ്യമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. ആതുര ശുശ്രൂഷയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ഏറ്റവും അനിവാര്യമായ വസ്തു ഫണ്ടാണ്. നല്ലൊരു തുക ഭാവി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് മുന്നിൽ വേദന അനുഭവിക്കുന്ന രോഗികളും പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികളും എണ്ണത്തിൽ കൂടി വരുമ്പോൾ ഒരുപക്ഷെ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും സഹായം എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചെന്ന് വരുന്ന അത്തരം സന്ദർഭത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രീണനമായോ പക്ഷപാതപരമായ കണ്ടുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അപലപിക്കരുതെന്നും മാനസികമായി ഞങ്ങളെ തളർത്തരുതെന്നും താഴ്മയോടെ നമ്മുടെ നാട്ടുകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം ഇത്തിരിയെങ്കിലും സ്വന്തം കാലുകളിൽ നിന്നുകൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസ ചികിത്സ